13 സെന്റ് സ്ഥലത്തിനകത്ത് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 1600 സ്ക്വയർ ഫീറ്റ് നല്ല ക്യൂട്ടായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 73 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് മറ്റൊരിടത്തുമല്ല, പാലാ കോട്ടയം അല്ല, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിന് സമീപത്താണ്. അപ്പോൾ മറക്കണ്ട, 13 സെന്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, നല്ലൊരു മോഡേൺ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. മുറ്റമെല്ലാം സ്റ്റോൺ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന വില 73 ലക്ഷം രൂപ. അത് നെഗോഷ്യബിൾ ആണ്. മീനച്ചൽ ഹോംസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ പൂഞ്ഞാറാണ് നിൽക്കുന്നത്. കോട്ടയം ജില്ലയിൽ പാലാ കഴിഞ്ഞ് ഈരാറ്റുപേട്ട കഴിഞ്ഞ് ഉള്ള ഒരു സ്ഥലമാണ് പൂഞ്ഞാർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂഞ്ഞാർ കൊട്ടാരമുണ്ട്, അതുപോലെ തന്നെ പൂഞ്ഞാർ നിയോജക മണ്ഡലം അല്ലെങ്കിൽ പൂഞ്ഞാർ പഞ്ചായത്ത്, വില്ലേജ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള പഴമയുള്ള ഒരു നഗരമാണ് പൂഞ്ഞാർ. ആ പൂഞ്ഞാറിൻ്റെ സമീപത്തായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഇത് 13 സെൻറ്റ് സ്ഥലമാണ്. ഈ റോഡ് കൂട്ടി 13 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 13 സെൻറ്റ് സ്ഥലത്തിനകത്തിരിക്കുന്ന 1600 സ്ക്വയർ ഫീറ്റുള്ള നല്ല അടിപൊളി വീടാണ് ഈ കാണുന്നത്. നല്ല ഒരു വ്യൂവിലിരിക്കുന്ന നല്ലൊരു വീട്, നല്ല അയൽവാസികളുള്ളൊരു മേഖല, നല്ല ഒരു എന്താ പറയുക, നല്ല വീതിയുള്ള റോഡ്. ഇപ്പോൾ മലങ്കര ഡാമിൻ്റെ പൈപ്പ് ലൈൻ എടുക്കാനായിട്ട് റോഡൊക്കെ വെട്ടി ഇതായത് കൊണ്ട് മാത്രം റോഡ് ഇച്ചിരി കുണ്ടും കുഴിയും ഉണ്ടെന്ന് മാത്രം. സാവധാനം അത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ PWD റോഡിലൂടെ തന്നെ നമുക്ക് വീട്ടിലേക്ക് വന്നു കയറാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു PWD റോഡിനോട് ചേർന്നിരിക്കുന്ന നല്ല അടിപൊളി വീട്, നല്ല ഒരു ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് വൈകിട്ട് 5:15 സമയത്താണ്. ഈ 5:15 സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി നല്ലൊരു തണുത്ത കാറ്റ്, നല്ലൊരു വ്യൂ, നമുക്ക് ആ മുറ്റത്തുനിന്ന് ചുമ്മാ ഇറങ്ങി ഇരിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല വൈബായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീടിൻ്റെ മുറ്റമാണ് നമ്മളീ കാണുന്നത്. വാഹനങ്ങൾ 5-6 വാഹനങ്ങൾ കയറ്റി തിരിച്ചിറങ്ങാവുന്ന രീതിയിലുള്ള വലിപ്പമുള്ള മുറ്റമാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ സ്റ്റോണിട്ട് ഒരു ഭാഗത്ത് പബിൾസൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇത് തൊട്ടപ്പുറത്തെ പ്ലോട്ടൊക്കെ സെയിലായി പോയതാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള വീടുകളൊക്കെ, ഇത് വീഡിയോ വൈഡ് ആംഗിളിൽ ഇട്ടെടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും ദൂരം തോന്നിക്കുക, അല്ലെങ്കിൽ ഇത്രയും ദൂരത്തൊന്നുമല്ല വീടുകൾ. അങ്ങനെയുള്ള നല്ലൊരു എന്താ പറയുക, വീടുകളൊക്കെ ഉള്ള നല്ല അയൽവാസികളുള്ള നല്ല മേഖലയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാൻ മടിക്കേണ്ട. ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. നിങ്ങൾക്ക് ഈ വീട് നേരിൽ കാണാം. നേരിൽ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം നമുക്ക് വില നെഗോഷ്യബിളാണ്. 73 ലക്ഷം രൂപ ചോദിക്കുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു വീട്. കംപ്ലീറ്റ് തേക്കിൻ തടി കൊണ്ട് പണിതീർത്തിരിക്കുന്നതാണ്. തേക്കിൻ തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളികളെല്ലാം തേക്ക്, ഡോറുകളെല്ലാം തേക്ക്, കട്ടള മാത്രം ആഞ്ഞിലി കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാക്ക് സൈഡ്. ഈ മുകളിൽ കാണുന്ന ഈ കപ്പയിട്ടിരിക്കുന്ന സ്ഥലം, അപ്പുറത്തൊരു കരിങ്കല്ല് കെട്ട് കാണാം. അവിടം വരെയാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യുവാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നല്ല കൃഷി ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെയൊക്കെ വന്നിരിക്കുക. നമ്മൾ ഈ സൈഡെല്ലാം ഇവർ കെട്ടി നല്ല കരിങ്കല്ലിട്ട് കെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. കുഴൽക്കിണറാണ് വെള്ളം, അതുകൊണ്ട് ഇവിടെ ഫിൽറ്ററും കൂടെ വെച്ചിട്ടുണ്ട്, എക്സ്ട്രാ ഫിൽറ്ററും കൂടെ വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ടൊരു 80 അടിയിലോ മറ്റോ വെള്ളം കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂഗർഭജലമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ടേസ്റ്റ് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ അത് എന്നാലും ഒരു ഫിൽറ്റർ കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. കാരണം മേടിക്കുന്നവർ എപ്പോഴും, ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഓണർ പറയുകയായിരുന്നു, നമുക്ക് മേടിക്കുന്നവർ എപ്പോഴും ആഗ്രഹിച്ച് മേടിക്കുന്നതാണ്, അവർക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാവരുത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ ഓരോ പണിയും തീർത്തിരിക്കുന്നത് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ആ ഒരു മൈൻഡോട് കൂടി പണി തീർത്തിരിക്കുന്ന നല്ലൊരു അടിപൊളി വീട്. നമുക്ക് ഫ്രണ്ട് ഡോറ് കാണാം. ഫ്രണ്ട് ഡോറ് കംപ്ലീറ്റ് തേക്കിൻ തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നല്ല തേക്കിൻ തടി കൊണ്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഡോറ് തുറന്നൊന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ വിശാലമായ നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണമുറി. ആ സ്വീകരണമുറിയിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു, ജിപ്സം വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഈ ജിപ്സം വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വാമും വൈറ്റും മാത്രം ഫീലിംഗ് ഉള്ള നല്ല ലൈറ്റുകൾ, അതായത് LED സ്ട്രിപ്പ് ലൈറ്റുകൾ, പ്രൊഫൈൽ ലൈറ്റുകൾ, അതുപോലെ സ്പോട്ട് ലൈറ്റുകൾ എല്ലാം വാമും വൈറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു സ്വീകരണ മുറി, അവിടെ റൊട്ടേറ്റ് ചെയ്യാവുന്ന TV യൂണിറ്റ് ഈ പാർട്ടീഷൻ വർക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകൾ, അതും എല്ലാം നല്ല വില കൂടിയ ഫാൻസി ലൈറ്റുകൾ, അതുപോലെ കജാരിയയുടെ ടൈല്, കംപ്ലീറ്റ് തേക്ക്, അതുപോലെ തന്നെയുള്ള എല്ലാ ഫിറ്റിങ്സുകളോടും കൂടിയാണ് ഈ ഇതാണ് റൊട്ടേറ്റ് ചെയ്ത് അപ്പുറത്ത് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലിവിങ് ഏരിയയിൽ ഇരിക്കുമ്പോഴോ എവിടെ ഇരിക്കുമ്പോഴും നമുക്ക് TV കാണണമെങ്കിൽ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഈ ഡൈനിങ് സ്പേസിലാണ് ഇരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ, അങ്ങേയറ്റത്ത് നമുക്കൊരു വാഷ് ഏരിയ കാണാം. ആദ്യം നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യം ഒന്ന് കാണാം. ഡൈനിങ് സ്പേസിലും ഡൈനിങ് ഹാളിലും നല്ല ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളൊക്കെ ചെയ്ത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളെല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. ഇവിടെ 2 ബെഡ്റൂമുണ്ട് ഈ സൈഡിൽ. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ട് ഇതിനോട് സമീപത്ത് തന്നെ അറ്റാച്ച്ഡ് പോലെ തന്നെ തോന്നിക്കാവുന്ന രീതിയിൽ നല്ലൊരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ AC പോയിൻ്റ് എല്ലാം ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡ് നമുക്ക് കാണാം. നല്ല ഭംഗിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കബോർഡ് വർക്കുകൾ. ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമിൽ 1-2 അംഗങ്ങൾ താമസിക്കുകയാണെങ്കിൽ അവർക്ക് വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ട് മിച്ചം സ്ഥലമുണ്ട്. അതുപോലെയുള്ള നല്ല കബോർഡ് വർക്കുകളാണ്. അതും എല്ലാവരും ഫെറോസല ഭാഗത്ത് ചെയ്തിട്ട് പുറത്ത് മൾട്ടിവുഡ് ചെയ്യും. ഇതങ്ങനെയല്ല, കംപ്ലീറ്റ് മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്ന നല്ല കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത്. ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. അത് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുവാനോ മൊബൈൽ ചാർജ് ചെയ്യുവാനോ അതല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് സെറ്റുകൾ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വയ്ക്കുവാനോ ഒരു ടേബിൾ എപ്പോഴും ഒരു ബെഡ്റൂമിന് എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിനോട് ചേർന്ന് തന്നെയുള്ള കോമൺ ടോയ്ലറ്റ്, ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പക്ഷേ പുറത്തുനിന്നൊക്കെ ഒരു വ്യക്തികൾ വന്നാൽ നമുക്ക് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിലൂടെ കയറിക്കോ എന്ന് പറയുന്ന അസൗകര്യം ഒഴിവാക്കാം. അതാണ് കോമൺ ടോയ്ലറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സെറായുടെ ഫിറ്റിങ്സുകളാണ് ടോയ്ലറ്റുകളിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് 3 ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷവർ എല്ലാം ജാഗ്വാറിൻ്റെയാണ്. പൈപ്പ് ഫിറ്റിങ്സ്, ടാപ്പ് ഫിറ്റിങ്സുകളൊക്കെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ 3 ഫേസ് ആക്കാവുന്ന രീതിയിലുള്ള വയറിംഗ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിലേക്കാണ് ഇറങ്ങിയത്. ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം ഒന്ന് കാണാം. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം. ഏകദേശം ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ. അതുപോലെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഫാൻസി ലൈറ്റുകളൊക്കെ നമുക്ക് കാണാം, ഹാങ്ങിങ് ലൈറ്റുകൾ, അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടുന്ന് പൂഞ്ഞാർ, നമ്മൾ പറഞ്ഞു കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ, പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാറാണ് സ്ഥലം. പൂഞ്ഞാറിനെ കുറിച്ച് അറിയാൻ മേലാത്ത ആൾക്കാർ കുറവാണ് എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പോലും പൂഞ്ഞാർ രാജകുടുംബത്തെക്കുറിച്ചും പൂഞ്ഞാർ രാജകൊട്ടാരത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൂഞ്ഞാർ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ പൂഞ്ഞാറിന് സമീപത്ത് തന്നെ അടിവാരം, കുന്നോന്നി, കൈപ്പള്ളി ഇങ്ങനെയുള്ള മലയോര മേഖലകളുണ്ട്. ഈ മലയോര മേഖലകളിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി നല്ല ഒരു ഏരിയയിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ പൂഞ്ഞാറാണ് സെലക്ട് ചെയ്യുക. വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ലാത്ത നല്ലൊരു മേഖലയാണ്. വന്യമൃഗശല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ശല്യങ്ങളും ഇല്ലാത്ത നല്ലൊരു മേഖലയാണ് പൂഞ്ഞാർ എന്ന് നമ്മൾ പറയുക. പൂഞ്ഞാർ ടൗണുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പള്ളിയിലേക്ക്, പൂഞ്ഞാർ പള്ളിയും അതുപോലെ തന്നെ പ്രസിദ്ധമായ പള്ളിയാണ്. പൂഞ്ഞാർ പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 400-500 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ തന്നെ നമുക്ക് മെയിൻ റോഡിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നതും ഏകദേശം ഈ 400 മീറ്റർ 500 മീറ്റർ ദൂരം മാത്രമാണ്. അതുപോലെ നമുക്ക് അമ്പലത്തിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം, അല്ലെങ്കിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.25 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ അമ്പലമായി. പൂഞ്ഞാർ മങ്കുഴി അമ്പലം വളരെ പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. അവിടേക്ക് പോകാനായിട്ട് ഒരു 1.5-1.25 കിലോമീറ്റർ ദൂരമാണുള്ളത്. അങ്ങനെ പിന്നെ പൂഞ്ഞാർ ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ സ്കൂളുകൾ, ചാവറ സ്കൂള്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. പൂഞ്ഞാർ നല്ല സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, കോൾഡ് സ്റ്റോറേജുകൾ, ഇങ്ങനെയുള്ള എല്ലാം പൂഞ്ഞാർ ടൗണിൽ തന്നെ, അതായത് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും പൂഞ്ഞാർ ടൗണിൽ തന്നെയുണ്ട്. ഇവിടുന്ന് ഈരാറ്റുപേട്ടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ ഈരാറ്റുപേട്ട ടൗണിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ പാല, കോട്ടയം, അതുപോലെ ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകാം. മുണ്ടക്കയത്തേക്ക് ഇവിടുന്ന് പാതാമ്പുഴ, ചോലത്തടം വഴി മുണ്ടക്കയം പോകാൻ ഏറ്റവും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇടുക്കി മേഖലകളിലേക്കൊക്കെ നമുക്ക് യാത്രകൾ
പാതാമ്പുഴ വഴി അല്ലെങ്കിൽ കൈപ്പള്ളി വഴി വാഗമണ്ണ് അടിവാരം വഴി പോകാം. അങ്ങനെയൊക്കെയുള്ള പല വഴികൾ ഇവിടുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ. നമുക്കിനി കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നല്ല മനോഹരമായ കിച്ചൺ, മൾട്ടിവുഡിൽ ചെയ്തിരിക്കുന്നു. മോഡുലാർ കിച്ചൻ്റെ സ്റ്റൈലിൽ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നു. ഏറ്റവും മോഡേൺ ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ. സാമാന്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. ഒരു 2 പേർക്കോ 3 പേർക്കോ 4 പേർക്കോ നിന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നല്ലൊരു കിച്ചൺ. ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി രാവിലെ അടുക്കളയിലേക്ക് കയറി പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് അവർ 2 പേരും ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു കിച്ചൺ. ആവശ്യത്തിന് പ്ലഗ് പോയിന്റുകളെല്ലാം കൊടുത്തുകൊണ്ട്, ആവശ്യത്തിന് കബോർഡുകളെല്ലാം കൊടുത്തുകൊണ്ട് നല്ല ഒരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല ബാസ്ക്കറ്റ് കാര്യങ്ങൾ അതുപോലെയുള്ള ഒരു മോഡലാർ തന്നെ ആക്കിയെടുത്തിരിക്കുന്ന നല്ലൊരു കിച്ചണാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കിച്ചണാണ് ഈ കാണുന്നത്. ഇതാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. വീട് കിഴക്ക് ദർശനത്തിലാണ് വീട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വടക്ക് കിഴക്ക് മൂലയിൽ കിണർ, വാസ്തു എല്ലാം നോക്കി ചെയ്തിരിക്കുന്ന, വാസ്തുപരമായിട്ടും എൻജിനീയറിംഗ് കപ്പാസിറ്റിയിലും എല്ലാം കൊണ്ടും നല്ലൊരു ഭംഗിയായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, സൗകര്യങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീട്. അപ്പോൾ മറക്കണ്ട, 13 സെൻറ്റ് സ്ഥലം, 1600 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ്, നല്ലൊരു കിച്ചൺ, വർക്ക് ഏരിയ, നല്ലൊരു ഡൈനിങ് ഹാള്, നല്ലൊരു ലിവിങ് ഏരിയ, അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, കാർ പോർച്ച് ഉൾപ്പെടെയുള്ള 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. ഈ വീഡിയോ എടുപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ ചേർക്കുന്നു. ഏത് സമയത്തും വിളിക്കാം. ഏത് സമയത്തും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരാം. വന്ന് കണ്ട് ഇഷ്ടമായാൽ വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.